കേരളത്തിലെ CPM-ന്റെ വനിതാ മുഖങ്ങളിൽ ഏറ്റവും പ്രാധാന്യത്തോടെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ കണ്ട വ്യക്തിയാണ് പി ഐഷ പോറ്റി. കൊട്ടാരക്കര നിയോജക മണ്ഡലം UDF-ൽ നിന്ന് LDF-ലേക്ക് ചേർത്ത് പിടിച്ച ഐഷ പോറ്റി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വീണ്ടും വാർത്തകൾ സജീവമായി നിറയുകയാണ്. UDF-ലേക്കോ ഐഷ പോറ്റി എന്ന ചോദ്യമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായി വരുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് ഐഷ പോറ്റിയാണ്. പലകുറി നമ്മൾ ഈ ചർച്ചകൾ ഇത്തരത്തിൽ മറ്റൊരു രാഷ്ട്രീയ രംഗത്തേക്കുള്ള ചർച്ചകളെക്കുറിച്ച് വാർത്തകൾ കേൾക്കുന്നു. ഇപ്പോൾ വരുന്നത് ഉമ്മൻചാണ്ടി അനുസ്മരണവുമായി ബന്ധപ്പെട്ട് ആ അനുസ്മരണത്തിലെ മുഖ്യ പ്രഭാഷകയായി മുഖ്യ പ്രഭാഷകനെ അവിടേക്ക് പോവുകയാണ് അനുസ്മരണം നടത്താൻ. ഇതിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ മാനങ്ങളുണ്ടോ? തുറന്നു തന്നെ ചോദിക്കുകയാണ്. തുറന്ന് ഞാൻ പറഞ്ഞാൽ അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. ഞാൻ 3 തവണ MLA ആയിരുന്നപ്പോഴും അവർ വിളിക്കാനുള്ള കാരണം അതാ എന്നോട് പറഞ്ഞായിരുന്നു. 3 തവണ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഇരിക്കുമ്പോഴുമൊക്കെ അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഒരു ചുപ്പം രാഘവസഖാവില്ല, ഞാൻ മാത്രമേ ഇവിടെ MLA ആയിട്ട് ഇപ്പോൾ ഈ മണ്ഡലത്തിലുള്ളൂ, പിന്നെ മന്ത്രി ഉണ്ട്. എന്നാലും അത് അറിയുന്ന ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ചടങ്ങിൽ വരണം. അനുസ്മരണ പ്രഭാഷണം എന്നുള്ള പിന്നെയാണ് പറഞ്ഞത്. എനിക്കറിഞ്ഞൂടെ ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ അപ്പോഴേ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളും ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരാളെ അനുസ്മരിക്കുന്നത് നല്ല മനുഷ്യനായിരുന്നില്ലേ അദ്ദേഹം? എന്തുകൊണ്ടാണ് ഐഷ പോറ്റിയുടെ മുഖവും ഐഷ പോറ്റി എന്ന പേരും വരുമ്പോൾ മാത്രം വാർത്തകൾ ഇത്രയധികം ചർച്ച വരുന്നത്? അറിയാൻ വയ്യ, എനിക്കും അറിയില്ല. ഞാൻ ഫുള്ള് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, അറിയാമല്ലോ. അത് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ എന്തുകൊണ്ടാന്ന് നിങ്ങൾക്കേ അറിയുള്ളൂ. നമ്മൾ തമ്മിൽ അവസാനമായി കാണുമ്പോഴും എന്നോട് പറഞ്ഞത് CPM-ൽ നിന്ന് അകലുകയല്ല, മറിച്ച് ഔദ്യോഗിക ജീവിതത്തിൻ്റെ തിരക്കുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് മാത്രമാണ് അത് വേറൊരു രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു എന്നോട് പറഞ്ഞ വാചകം. അതെ, എൻ്റെ ഒരു അഭിപ്രായം, ഞാൻ ഫുള്ള് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ നന്നായി സോൾവ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പോഴും ഞാനത് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഭയങ്കര എൻജോയ് ചെയ്ത് പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വന്നത് എന്നെ ഒരുപാട് മാറ്റിമറിച്ചു. വളരെ നല്ല ഒരു അനുഭവങ്ങളായിരുന്നു. ഒരു പുനർചിന്തനം എപ്പോഴെങ്കിലും നടത്തുന്നുണ്ടോ? മാറിപ്പോകാം, അല്ലെങ്കിൽ ഒരു പുതിയ രാഷ്ട്രീയ പ്രവേശനത്തിലേക്കുള്ള? ഈ നിമിഷം വരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഈ ചുറ്റുപാട് നിൽക്കുന്നവർ അങ്ങനെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ? ഇതുവരെ പ്രേരണ ഇങ്ങോട്ട് കയറിയില്ല. മനുഷ്യനല്ലേ, മനുഷ്യൻ്റെ കാര്യങ്ങളെ ഇന്നത്തെ ഞാനാണോ നാളെ എന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. ഒരു ചെറിയ ഒരു ചോദ്യചിഹ്നം ബാക്കി നിൽക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ ഐഷ പോറ്റി CPM-ന്റെ ഭാഗമായുള്ള CPM ആശയങ്ങൾ വിശ്വസിക്കുന്ന ഐഷ പോറ്റിയാണ്. ഇതൊന്നും ഇല്ല എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് പറ്റുന്നില്ല ഓടിയെത്താൻ. ആരോഗ്യ പ്രശ്നങ്ങളടക്കം ഉണ്ട് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഐഷ പോറ്റിക്കായി ആവശ്യപ്പെടുന്നത് ഒരേ സമയം കോൺഗ്രസും മറുവശത്ത് BJP-യുമാണ്. ഐഷ പോറ്റി തങ്ങളോടൊപ്പം നിൽക്കണമെന്നുള്ളതാണ് ഇരുവരുടെയും ആവശ്യം. ഞാൻ എന്തായാലും ജനങ്ങളുടെ കൂടെ കാണും, ഈ പൊതുസമൂഹത്തിൻ്റെ കൂടെ ഉറപ്പായിട്ടും കാണും. കാരണം എനിക്ക് എൻ്റെ ചെറിയ ലിമിറ്റിൽ നിന്നുകൊണ്ട് പോലും എനിക്ക് ഇവിടെ എത്ര ആൾക്കാരാണ് വരുന്നതെന്നറിയോ, കഷ്ടപ്പെടുന്നവർ. എനിക്ക് അധികാരമൊന്നും ഇല്ലെങ്കിൽ പോലും എനിക്ക് അവരെ സഹായിക്കാൻ പറ്റും. ലോയേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന ട്രഷറർ പദം ഒഴിയാൻ താല്പര്യപ്പെട്ടിട്ടുണ്ടോ? അതെന്താണെന്നറിയോ, ചിലപ്പോൾ ഞാൻ ഇത്ര ദൂരെയല്ലേ അങ്ങനെ താല്പര്യപ്പെടുന്നത് അന്നും ഞാൻ പറഞ്ഞായിരുന്നു. എന്നെ ആക്കിയപ്പോഴും ഞാൻ പറഞ്ഞു ചിലപ്പോൾ അത് പ്രായോഗികമാവില്ല, കാരണം ഞാനിവിടെ സെക്രട്ടറി അവിടെ, അതിലൊന്നും കാര്യമില്ല, പറ്റുമായിരിക്കും. പക്ഷേ നമ്മളൊരു കാര്യം ഏറ്റാൽ അത് പ്രോംപ്റ്റായിട്ട് ചെയ്യാനുള്ള അവസരം വരണം. അത് എല്ലാ കാര്യത്തിലും എനിക്ക് ദൃഢനിശ്ചയമുള്ള ഒരു കാര്യമാണ്. ഏത് കാര്യം ഏൽപ്പിച്ചാലും ഒരു വീഴ്ച കൂടാതെ ചെയ്യുക എന്നുള്ള അത് അങ്ങനെ എനിക്ക് പറ്റുമോ എന്നുള്ളത് എനിക്കൊരു സംശയം. പക്ഷേ അത് തീരുമാനിച്ചു, എന്നെ അങ്ങനെ ആക്കി. അല്ലാതൊന്നുമില്ല. ഞാൻ ലോയേഴ്സ് യൂണിയൻ്റെ ലൈഫിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഘടനയാണ്, നല്ല പ്രൊഫഷൻ. അതുമായി ബന്ധപ്പെട്ട് താല്പര്യം പ്രകടിപ്പിച്ചു. ആകണമെന്നില്ലെന്ന്, ഒരിടത്ത് ഒരു ഭാരവാഹി അല്ലെങ്കിലും നമുക്ക് ഒരുപാട് കാര്യം ചെയ്യാമല്ലോ. ഒരുപാട് ലോയേഴ്സ് യൂണിയൻ നന്നായി നമ്മളെ ഒരുപാട് ഞാൻ ആ സംഘടനയെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. പുതിയൊരാൾ വരണ്ടേ, ഞാൻ മാത്രം ഇത് പിടിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? എല്ലാവർക്കും അവസരം കൊടുക്കണ്ടേ? ഞാൻ ആ കാഴ്ചപ്പാടുള്ള ആളാണ്. കോൺഗ്രസ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഉമ്മൻചാണ്ടി എന്ന ഒരേ കാലഘട്ടത്തിൽ നിയമസഭയിലടക്കം ഉണ്ടായിരുന്നതാണ്, മുഖ്യമന്ത്രി അടക്കം ഉണ്ടായിരുന്നതാണ്. സ്വാഭാവികമായും അതിനപ്പുറമുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നോ പിന്നീട്? അങ്ങനെയൊന്നും ഒരു മനുഷ്യർ എന്നോട് പറഞ്ഞിട്ടുമില്ല. അദ്ദേഹത്തിൻ്റെ അനുസ്മരണമാണത് സങ്കേതത്തിൽ വെച്ചാണെന്നും പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ആരൊക്കെ ഉണ്ടെന്നൊക്കെ ഉമ്മൻചാണ്ടി സാറെന്ന് പറയുമ്പോൾ എനിക്കും കുറേ അനുഭവങ്ങളുണ്ട്. നമ്മളൊരു കാര്യമായിട്ടൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഉള്ള ഒരു അപ്രോച്ച് ഉണ്ടല്ലോ, ഏത് മനുഷ്യർക്കും സ്വതന്ത്രമായിട്ട് ചെല്ലാവുന്ന ഒരു ജനപ്രതിനിധി എപ്പോഴും അങ്ങനെ ആവണ്ടേ.
ആ ലൈനിൽ ഞാൻ വളരെയേറെ അദ്ദേഹത്തിൻ്റെ ആ നേച്ചർ ഇഷ്ടപ്പെടുന്നു. ഇത്രയാണ് കോൺഗ്രസിന്റെ ഈ കൊട്ടാരക്കര നഗരസഭ കമ്മിറ്റി ഒരു പ്രമേയം പാസാക്കി. കാരണം ഏത് സമയവും ഐഷ പൊറ്റിക്ക് കോൺഗ്രസിലേക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്നു. ഇത്തരം കാര്യങ്ങൾ കൂടി വരുമ്പോഴാണ് ഈ പരിപാടി ഒരു സ്വാഭാവികമായ ആൾക്കാർക്കിടയിൽ സംശയമായി വരുന്നത്. അതെ, അങ്ങനെ ആരും എന്നെ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ പറയുന്നത്. എന്താ അറിയോ, ആ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയായിരുന്ന ആൾ. ഒരുപാട് ജനങ്ങൾ അന്ന് കണ്ടല്ലോ. CPM മുഖ്യമന്ത്രി, നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അദ്ദേഹത്തെ പറ്റി അനുസ്മരിച്ച് പറഞ്ഞ വാചകങ്ങൾ ഇന്നും ആരും മറന്നു കാണത്തില്ലല്ലോ. രാഷ്ട്രീയം വരുമ്പോൾ പല പല അഭിപ്രായങ്ങൾ വരും. എന്നിരുന്നാൽ പോലും ഞാൻ MLA ഒക്കെ ആയിരുന്നപ്പം ഒരുപാട് കാര്യങ്ങൾ, ഈവൻ ഈ സ്കിൽ പാർക്കിൻ്റെ കാര്യത്തിൽ പോലും പോയി കണ്ടിട്ടുണ്ട്. ഇടയ്ക്ക് അതങ്ങോട്ട് കിട്ടാതെ വരുമോ എന്ന് വന്നപ്പോൾ ഞാൻ പോയി പരാതി പറഞ്ഞപ്പോൾ അത് അപ്പം വിളിച്ചു പറഞ്ഞ്, അങ്ങനെ ഞാനൊരു എതിർ പാർട്ടിയായിട്ടും അതൊക്കെ നമുക്കങ്ങനെ മറക്കാൻ പറ്റുന്നതല്ല. ആരായാലും, ഏത് രാഷ്ട്രീയക്കാരായാലും, ഏതാളായാലും, ഏത് ജനപ്രതിനിധിയായാലും, ഏത് പൊതുപ്രവർത്തകരായാലും, ആ വനിതയായാലും പുരുഷനായാലും മനുഷ്യർക്ക് അപ്രോച്ചബിൾ ആവണം, മനുഷ്യരോട് നന്നായിട്ട് പെരുമാറണം. ചോദ്യം ചോദിക്കുന്നത് ഈ CPM-നോട് സ്നേഹമുള്ള ഐഷ പൊറ്റിയെ അടുത്തറിയാവുന്ന കൊട്ടാരക്കരയിലെ പ്രിയപ്പെട്ടവർ തന്നെയാണ്. കാരണം ഞങ്ങളറിയുന്ന നേതാവ് അങ്ങനെ പോകുമോ എന്ന ചോദ്യം സ്വാഭാവികമായി ഉയരുന്നുണ്ട്. എൻ്റെ സഖാക്കളെ മൊത്തം ഇഷ്ടമാണ്. എൻ്റെ പ്രവർത്തകരെ മുഴുവൻ അവരാണ്. ഏത് പാർട്ടിയുടെയും നാരായ പേരെന്ന് പറയുന്ന ഈ താഴെ പ്രവർത്തി അവരാണ് ജനങ്ങളുമായിട്ട് വന്നത്. എനിക്ക് അവരെ മൊത്തം ഇഷ്ടമാണ്. അവരെ പാർട്ടി മറന്നോ? അതെനിക്കറിഞ്ഞൂടാ. മറന്നില്ലായിരിക്കാം. ഞാൻ എന്തായാലും മറക്കില്ല, ആരും മറക്കില്ല, ഒരു രാഷ്ട്രീയക്കാരെയും മറക്കില്ല. എനിക്ക് ജനംന്നേ ഉള്ളൂ. അതിൽ നമ്മുടെ പ്രവർത്തകരൊക്കെ കണ്ടമാനം. എന്താണ് ഈ സംശയമുള്ളവരോട് പറയാൻ എന്താണ്? കാരണം UDF-ലേക്ക് പോകുന്നോ എന്ന സംശയമുള്ളവരോട് പറയാൻ എന്താണ്? അത് എന്നെ അറിഞ്ഞുകൂടാത്ത കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. ഞാൻ എന്താണെന്ന് അറിഞ്ഞുകൂടാതെയാണ് ഒരുപാട് പേര് അങ്ങ് ഇൻ്റർപ്രിട്ടേഷനിലേക്ക് പോവുകയാണ്. ഞാൻ എന്തായാലും ഇപ്പോൾ പോകുന്ന ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിന് ചെല്ലണം. എല്ലാ ആൾക്കാരെയും വിളിക്കും, ലോക്കൽ നേതാക്കളെ ഒക്കെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുകയും ചെയ്തിരുന്നു. അത് അല്ലാതെ അതിന് വേറെ അർത്ഥങ്ങളൊന്നും നിലവിലില്ല. അവസാനമായ ഒരു ചോദ്യം കൂടി. ഈ രണ്ട് പാർട്ടികളിലേക്കും ക്ഷണം സ്വാഭാവികമായി ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട് എന്ന് ഇരു പാർട്ടിക്കാരും പറയുന്നു. അങ്ങനെ എന്തെങ്കിലും ആലോചന നിലവിലുണ്ടോ? അങ്ങനെയൊന്നും ഒരാളും പ്രത്യേകമായിട്ട് അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. അതൊക്കെ ചുമ്മാ എന്തും പറയാമല്ലോ എല്ലാവർക്കും. ആരും എന്നോട് അങ്ങനെ. ഐഷ പൊറ്റി എന്ന് പറയുന്ന മുൻ MLA-യോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും. പിന്നെ എനിക്ക് പറഞ്ഞുകൂടെ, മുൻ MLA എന്നുള്ളതിൽ അതൊക്കെ ജനം തരുന്ന, നമ്മളെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയാലും ജനം വോട്ട് ചെയ്താലേ ജയിക്കാൻ പറ്റൂ, അല്ലാതെ പറ്റില്ലല്ലോ. അപ്പോൾ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു സത്യമാണ്. ഈ ഏൽപ്പിച്ച അത്രയും കാലം എല്ലാ സ്ഥലങ്ങളിലും ഓടിയെത്തി മനുഷ്യൻ്റെ പ്രയാസങ്ങൾ എന്നെക്കൊണ്ടാവുന്ന വിധം മനുഷ്യൻ്റെ കഴിയുന്നില്ല. അതുകൊണ്ട് ഇന്നെന്തോ ഒരു പാലം വരുന്നുണ്ട്. കിഫ്ബി പദ്ധതിയുടെ ആദ്യത്തെ പ്രോജക്റ്റാണ് അത്. അന്ന് സുധാകര സാഹു ഒന്ന് കല്ലിട്ടൊക്കെ ഒരുപാട് കഠിനാധ്വാനം ചെയ്ത ചെട്ടിയാരഴിയത്ത് പാലമായാലും ഈ സ്കിൽ പാർക്കായാലും സിവിൽ സ്റ്റേഷനായാലും, ഇങ്ങനെ എനിക്ക് 5 മിനിറ്റ് കളയാതെ ഞാൻ എന്നെ ഏൽപ്പിച്ച് തന്ന ജോലി അത് ജനങ്ങൾ അംഗീകരിച്ച് തന്നപ്പോൾ നിശ്ചയമായിട്ടും ചെയ്തിട്ടുണ്ടെന്നുള്ള നല്ല മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഒരിടത്തും എനിക്ക് കൂസേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ 5 മിനിറ്റ് പാഴാക്കിയില്ല. ചിലപ്പോഴെങ്കിലും എൻ്റെ മക്കൾ, എനിക്ക് ചെറിയ വിഷമം തോന്നിയ മോനൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ പോലും ഒന്നും മിണ്ടാൻ സമയമില്ലാതെ അമ്മ കുറേ കഴിയുമ്പോൾ ചിലപ്പം എന്നോട് പറഞ്ഞ ചിലപ്പോൾ വിചാരിക്കും ഞങ്ങളെക്കൂടെ ഇടയ്ക്കൊന്ന് കാണാനും ഈ വർത്തമാനം പറയാനും. ഈ വീട്ടിൽ എന്തായാലും ഇടതുപക്ഷത്തോടൊപ്പം തന്നെ ഐഷ പൊറ്റി ഉണ്ടാവും. ഞാൻ എല്ലാ പക്ഷത്തോടും ഉണ്ട്. ഞാൻ ജനങ്ങളോടൊപ്പം ഉണ്ട്. ക്ലാരിറ്റി കുറവുണ്ട്. ക്ലാരിറ്റി ഒരു കുറവില്ല. ജനങ്ങളോടൊപ്പം ഉണ്ട്, എല്ലാവരോടും ഒപ്പം ഉണ്ട്. കൊട്ടാരക്കരയോടൊപ്പം തന്നെ എപ്പോഴും. തീർച്ചയായിട്ടും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോട് എന്നെ സ്നേഹിക്കുന്നവരെല്ലാവരും. നിങ്ങൾ മാധ്യമങ്ങളോട് പോലും എനിക്ക് എന്തിഷ്ടമാണ്. ഞാൻ അങ്ങനെ നിങ്ങൾ ഇരിക്കുമ്പോൾ പറയുന്നത് ശരിയല്ല. കാരണം ഞാൻ കഠിനാധ്വാനം ചെയ്യുമ്പോഴൊക്കെ അത് ജനങ്ങളിൽ എത്തിച്ചു തന്ന നിങ്ങളൊക്കെ. അല്ലാതെ എനിക്ക് വലിയ ഈ പബ്ലിസിറ്റി ഒന്നുമില്ല, അങ്ങനെ കൊടുക്കാനുള്ള ഒരിതൊന്നുമില്ല. പക്ഷെ നിങ്ങളൊക്കെ ആരോ ആയിക്കോട്ടെ, എല്ലാവരും എന്നെ വിമർശിച്ചിട്ടുമുണ്ട്. റോഡ് പൊളിഞ്ഞു എന്നാലും ശരി, നമ്മളോട് ഒരുപാട്. എനിക്ക് ഇന്ന് വരെ ഒരു ഉപദ്രവമൊന്നും ആരും ഉണ്ടാക്കി തന്നിട്ടില്ല. പങ്കെടുക്കണ്ടേ? അതെന്ത് മോശമല്ലേ? അല്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു അനുസ്മരണം, എല്ലാവരെയും വിളിക്കുന്ന ഒരു പരിപാടി ചെല്ലാന്ന് പറഞ്ഞാൽ പോകണ്ടേ? അതിന് വേറെ യാതൊരു അർത്ഥവും എനിക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനം, മരിച്ചു പോയെങ്കിലും. ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനോടുള്ള സ്നേഹമാണ്, ആ കടപ്പാട് കൊണ്ടാണ് താൻ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതിന് മറ്റ് വ്യാഖ്യാനങ്ങളൊന്നും തന്നെ ആരും ചമയ്ക്കേണ്ട എന്നുള്ളതാണ് ഐഷ പൊറ്റി പറയുന്നത്. ജനങ്ങളോടൊപ്പം കൊട്ടാരക്കരയിൽ തുടർന്ന് തന്നെ ഉണ്ടാകുമെന്നും ഐഷ പൊറ്റി നിലപാട് വ്യക്തമാക്കുന്നുണ്ട്.